മക്കളെ, ജെറൂസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഞാനും എൻ്റെ കുടുംബവും ഞാൻ സ്നേഹിക്കുന്നവരും ഷെയർ ചെയ്യുന്നവരും എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സമൂഹത്തിൻ്റെ പ്രാർത്ഥന മുഴുവൻ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. അതാണ് കൂട്ടായ്മയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം. നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് കേൾക്കണമെങ്കിൽ, നമ്മുടെ തടസ്സങ്ങൾ മാറിപ്പോകണമെങ്കിൽ ഒരു പ്രത്യേകമായ കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് വചനത്തിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തി തരികയാണ്. ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എന്നോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മോടും ക്ഷമിക്കുകയില്ല. പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കണമെങ്കിൽ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം. ഒരു കൊച്ചു പുസ്തകം എടുത്ത് ഇന്ന് ഞാൻ ക്ഷമിക്കേണ്ടവരോടും ഞാൻ ക്ഷമ ചോദിക്കേണ്ടവരോടും പേരുകളൊന്ന് എഴുതി വെച്ച് നോക്ക്. എന്നിട്ട് പറയണം, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, ഞാൻ നിന്നോടും ക്ഷമിക്കുന്നു. അങ്ങനെ ക്ഷമ കൊടുത്ത് പ്രാർത്ഥിക്കുക. ആത്മീയ ജീവിതത്തിൻ്റെ സ്വർഗത്തിൻ്റെ താക്കോൽ തുറക്കുന്ന ഒരു സുവർണ താക്കോലാണ് ക്ഷമിക്കുന്ന സ്നേഹം. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചില്ലേ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്ത് മനോഹരമായ പ്രാർത്ഥനയാണത്. ദുഃഖത്തിൻ്റെ നടുവിൽ, നമ്മെ ക്രൂശിക്കുന്നവരുടെ നടുവിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ക്ഷമിക്കുന്ന സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ മാറിപ്പോകും. നമ്മൾ പല നിയോഗങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ നിയോഗങ്ങൾ പെട്ടെന്ന് നടക്കാനായിട്ട് ഇടവരും. രണ്ടാമതായി, നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടാകും. നമ്മൾ ഇടപെടുന്നവർക്കും ഒരു സമാധാനം ഉണ്ടാകും. മൂന്നാമതായി, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പെട്ടെന്ന് കൈപിടിച്ചുയരാൻ സാധിക്കും. അതാണ് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന സദ്ഗുണങ്ങൾ. വചനം പറയുന്നു, നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.